മണിപ്പൂരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 ജവാന്മാർ മരിച്ചു. BSF ജവാന്മാർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ ജവാന്മാർക്ക് പരുക്കുണ്ട്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഈ നിയന്ത്രണം വിട്ട് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞതാണോ? അങ്ങനെയാണോ? മണിപ്പൂരിലെ സോനാപത്ത് ജില്ലയിലെ ചങ്കൌബത്ത് ഗ്രാമത്തിലാണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 അതിർത്തി സുരക്ഷാ സേനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന് കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും ഈ 13 പേർക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിരവധി BSF ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്നത്. എന്തായാലും 2 ജീവനക്കാർക്ക് സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. മറ്റൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. എന്നാലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചു വരികയാണ്. അതോടൊപ്പം പരിക്കേറ്റിട്ടുള്ള BSF ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യനില ഗുരുതരമാണെന്ന് തന്നെയാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ നടപടികളൊക്കെ തന്നെയും സേനയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിന് കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ ബസ്സിനുള്ളിൽ ആരെങ്കിലും ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ടോ? അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ ഇപ്പോൾ? അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഏകദേശം 50ഓളം BSF ഉദ്യോഗസ്ഥർ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ സുരക്ഷാ നടപടികളൊക്കെ തന്നെയും ദ്രുതഗതിയിൽ തന്നെ നടന്നതുകൊണ്ട് വലിയ ആഘാതമില്ലാതെ തന്നെ എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പരിക്കുകളോടെയാണെങ്കിൽ പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും ദ്രുതഗതിയിൽ തന്നെയായിരുന്നു. അത് നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ എല്ലാ ഉദ്യോഗസ്ഥരെയും BSF ഉദ്യോഗസ്ഥരെയും ജവാന്മാരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കവ്യ. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.